ഈ കൂടി നിൽക്കുന്ന ജനാരവം ആരെയാണ് കാത്തിരിക്കുന്നത്? പോലീസുകാരുടെ ലാത്തി കൊണ്ട് ക്രൂരമായി മർദ്ദനമേറ്റിട്ടും ഇവർ ആരെയാണ് കാത്തിരിക്കുന്നത്? തങ്ങളുടെ ഇഷ്ടപ്പെട്ട നായകനെ കാണാൻ വേണ്ടി ഇവരുടെ കണ്ണുകൾ വേഗതയോട് ആരെയാണ് കാത്തിരിക്കുന്നത്? വിലപ്പെട്ട സ്വന്തം സമയങ്ങളെല്ലാം പുല്ലുപോലെ വലിച്ചെറിഞ്ഞുകൊണ്ട് ഇവർ ആരെയാണ് കാത്തിരിക്കുന്നത്? കയറുവാൻ കഴിയാത്ത ഉയരങ്ങൾ കീഴടക്കിക്കൊണ്ട് ഇവർ ആരെയാണ് കാത്തിരിക്കുന്നത്? ഈ കൂടി നിൽക്കുന്ന ജനാരവത്തിന്റെ മുഖങ്ങളിൽ സന്തോഷത്തിന്റെ 1000 മാലപ്പടക്കം പൊട്ടുമ്പോഴും ഇവർ ആരെയാണ് കാത്തിരിക്കുന്നത്? കൂട്ട ജനങ്ങളുടെ ഇടയിൽ തിക്കും തിരക്കും കൊണ്ട് വേദനകൾ കടിച്ചമർത്തിക്കൊണ്ട് ഇവർ ആരെയാണ് കാത്തിരിക്കുന്നത്? ഈ ദിവസത്തിൽ ലക്ഷങ്ങൾ തരാമെന്ന് പറഞ്ഞാൽ പോലും അതുപോലും വേണ്ടെന്ന് വെച്ചുകൊണ്ട് ഇവർ ആരെയാണ് കാത്തിരിക്കുന്നത്? ദാഹാർത്ഥമായ ഇവരുടെ കണ്ണുകൾ മിഴിപൂട്ടാതെ ആരെയാണ് പരതുന്നത്? അതെ, സ്വന്തം മണ്ണിൽ ഇനിയുള്ള കാലം ജീവിക്കാൻ കഴിയാതാവുമോ എന്ന് ഭയപ്പെട്ടുകൊണ്ട് രാജ്യത്തെ നയിക്കാൻ കഴിവുള്ള, അക്ഷരാഭ്യാസമുള്ള, വിവരമുള്ള, മനുഷ്യത്വമുള്ള ഇയാളെയാണ് ഇവർ കാത്തിരിക്കുന്നത്. വിവരമില്ലാത്തവർ സ്വന്തം രാജ്യത്തിന്റെ തലപ്പത്ത് ഭരണാധിപന്മാരായി നിലകൊണ്ടാൽ ഈ പാവപ്പെട്ട ജനങ്ങൾ, ഇതുപോലെയുള്ള ജനങ്ങൾ 100% വിശ്വസിക്കാൻ കഴിവുള്ള ഇതുപോലെയുള്ള നായകന്മാരെ കാത്തിരിക്കും. ഇവരുടെ മനസ്സിൽ ആരാധിക്കുന്ന വിഗ്രഹങ്ങൾ എന്ന സിനിമാ താരങ്ങളെ അപ്പാടെ ചവിട്ടി പുറത്താക്കിക്കൊണ്ട് സ്വന്തം രാജ്യത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി ഇനിയുള്ള കാലം വരും തലമുറകൾക്ക് ഇവിടെ ജീവിക്കണമെങ്കിൽ ഈ മനുഷ്യന്റെ സാന്നിധ്യം അനിവാര്യമാണ്. വിവരമുള്ള, വിദ്യാഭ്യാസമുള്ള ജനങ്ങൾ ഇതേ ചിന്തിക്കൂ. ഈ രാജ്യത്തിലെ 1000 പത്രപ്രവർത്തകരെ ഒന്നിച്ച് നേരിടാൻ കഴിവുള്ള, കേൾപ്പുള്ള ഈ മനുഷ്യനെ ഭരണാധിപന്മാർ ഭയക്കുന്നു. എന്തിനു വേണ്ടി? സത്യങ്ങൾ ഒന്നൊന്നായി ഈ മനുഷ്യൻ വിളിച്ചു പറഞ്ഞാൽ അവരുടെ കസാരയുടെ കാലുകൾ ഇളകിയാടും. പിന്നീട് അവന്മാർ ഇദ്ദേഹത്തിന്റെ മേലെ ക്രിമിനലുകൾക്ക് ചാർത്തുന്ന പട്ടം ചാർത്തി കൊടുക്കും. പക്ഷേ ഈ മനുഷ്യന് സ്വന്തം അച്ഛനും സ്വന്തം മുത്തശ്ശിയും പോയ വഴിയിലേക്ക് പോകുവാൻ ഒരു ഭയവുമില്ല. അതെല്ലാം കരുതിക്കൊണ്ടാണ് രാജ്യത്തെ നശിപ്പിക്കുന്ന ശത്രുക്കളായ പോരാളികളുടെ മുന്നിലേക്ക് അംഗത്തിനിറങ്ങിയിരിക്കുന്നത്. നന്മയുള്ള, മനുഷ്യത്വമുള്ള മനുഷ്യരെ, ഇതുപോലെയുള്ള മനുഷ്യത്വപരമായിട്ടുള്ള നേതാക്കന്മാരെ തെരഞ്ഞെടുക്കുക. അതിലൂടെ നിങ്ങളുടെ തലമുറയെ നിങ്ങൾ രക്ഷപ്പെടുത്തുക.